The Y chromosome, responsible for determining the male sex in humans, is slowly disappearing due to evolutionary changes. പുരുഷന്മാരില്ലാത്ത ഒരു ലോകം ചിന്തിക്കാൻ സാധിക്കുമോ? പുരുഷനെയും സ്ത്രീയെയും ജനന സമയത്ത് തന്നെ വ്യത്യസ്തരാക്കുന്നത് ക്രോമസോമുകളാണ്. അതായത് XX എന്നാൽ സ്ത്രീയും XY എന്നാൽ പുരുഷനും. Y ക്രോമസോമുകളിലെ ജീനുകളാണ് പുരുഷ അവയവങ്ങൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ സെക്സ് പുരുഷനാവാനുള്ള കാരണം. Y ക്രോമസോം വഴി മാത്രമുണ്ടായ പുരുഷന്മാർ തന്നെ വംശനാശത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് പുതിയ ശാസ്ത്രീയ പഠനങ്ങൾ അനുസരിച്ച് പുരുഷന്മാർ ഉണ്ടാവാൻ കാരണമായ Y ക്രോമസോംസ് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പുരുഷന്മാർ പൂർണ്ണമായും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടാലോ? പുരുഷന്മാരില്ലാതെ സ്ത്രീ മാത്രമായി എങ്ങനെയായിരിക്കും മനുഷ്യർ പ്രത്യുൽപാദനം നടത്തുക? എന്താണ് ക്രോമസോംസ്? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് Y ക്രോമസോമുകളുടെ കാലം പറഞ്ഞ കഥകളാണ്. എന്താണ് ക്രോമസോം എന്നതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും അസ്തിത്വത്തിനും ശരിയായ പ്രവർത്തനത്തിനും പലതരം പ്രോട്ടീനുകൾ ആവശ്യമാണ്. ഈ പ്രോട്ടീനുകൾ ഉണ്ടാക്കാൻ ഉള്ള നിർദ്ദേശങ്ങളാണ് DNA അടങ്ങിയിരിക്കുന്നത്. DNA എന്നത് ഒരു പാചകക്കുറിപ്പ് പോലെയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും DNA അവയുടെ ഓരോ കോശത്തിലും നൂല് പോലെ ഘടനയുള്ള ക്രോമസോമുകളിലായി കാണപ്പെടുന്നു. ക്രോമസോമുകൾ ഓരോ കോശത്തിന്റെയും കോശമർമ്മം അതായത് ന്യൂക്ലിയസിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്രോമസോമുകൾ എണ്ണത്തിലും ആകൃതിയിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഉദാഹരണമായി ബാക്ടീരിയയുടെ ക്രോമസോം വൃത്താകൃതിയിലുള്ളതാണ്. എന്നാൽ മനുഷ്യരിലും മറ്റു ജീവികളിലും ക്രോമസോമുകൾ നൂലുപോലെ നീളത്തിലാണ് കാണപ്പെടുന്നത്. ക്രോമസോമുകളുടെ എണ്ണത്തിലും ജീവജാലങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും. ഉദാഹരണത്തിന് നെൽച്ചെടിക്ക് 12 ജോഡി ക്രോമസോമുകളുണ്ട്. ഒരു പട്ടിക്ക് 39 ജോഡി ക്രോമസോമുകളുണ്ട്. പൂച്ചയ്ക്ക് 19 ജോഡിയെങ്കിൽ ഈച്ചയ്ക്ക് 4 ജോഡി ക്രോമസോമുകളാണുള്ളത്. മനുഷ്യർക്ക് 46 ക്രോമസോമുകളുണ്ട്. ഇവ 23 ജോഡികളായി നിലകൊള്ളുന്നു. ഓരോ ജോഡിയിലും ഓരോ ക്രോമസോം അമ്മയിൽ നിന്നും മറ്റേ ക്രോമസോം അച്ഛനിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. 23 ജോഡിയിലെ ലിംഗം നിർണ്ണയിക്കുന്ന ഒരു ജോഡി ക്രോമസോമുകളെ സെക്സ് ക്രോമസോം എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരിൽ ലിംഗം നിർണ്ണയിക്കുന്നത് X അല്ലെങ്കിൽ Y ക്രോമസോമുകളാണ്. സ്ത്രീലിംഗമാണെങ്കിൽ സെക്സ് ക്രോമസോം ജോഡിയിലെ 2 ക്രോമസോമുകളും X ക്രോമസോം ആയിരിക്കും. പുരുഷലിംഗമാണെങ്കിൽ സെക്സ് ക്രോമസോം ജോഡിയിൽ 1 X ക്രോമസോമും മറ്റേത് Y ക്രോമസോമും ആയിരിക്കും. സെക്സ് ക്രോമസോമുകൾ അല്ലാതെ 22 ജോഡി ക്രോമസോമുകളെ ഓട്ടോസോംസ് എന്നാണ് വിളിക്കുന്നത്. മനുഷ്യരിലുള്ള 23 ജോഡി ക്രോമസോമുകൾ അവയുടെ വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഓരോ ക്രോമസോമിലുമുള്ള ജീനുകളുടെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് മനുഷ്യരിലുള്ള ഏറ്റവും ചെറിയ ക്രോമസോമാണ് Y ക്രോമസോം. ഇതിൽ ആകെ 55 ജീനുകളാണുള്ളത്. എന്നാൽ 3 ഇരട്ടി വലിപ്പമുള്ള X ക്രോമസോമിൽ ഏകദേശം 900 ജീനുകളാണുള്ളത്. ചെറുതാണെങ്കിലും Y ക്രോമസോമിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട SRY ജീൻ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഒരു ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങും. SRY ജീൻ വൃഷണങ്ങളുടെ അതായത് ടെസ്റ്റിസിന്റെ വികാസത്തിന് കാരണമാകുന്ന മറ്റ് ജീനുകളായി മാറുന്നു. ഇത് പുരുഷ ഹോർമോണുകൾ ഉണ്ടാക്കി ഒരു ഭ്രൂണത്തെ പുരുഷ സ്വഭാവങ്ങളിലേക്ക് നയിക്കുന്നു. 1990-ലാണ് SRY ജീൻ കണ്ടെത്തുന്നത്. ഒരു കുഞ്ഞിനെ യഥാർത്ഥ പുരുഷനാക്കുന്നത് അതായത് ശാരീരികമായും മാനസികമായും ഒരു കുഞ്ഞ് ആണോ പെണ്ണോ ആയി മാറുന്നത് SRY ജീൻ SOX ജീനുകളെ ട്രിഗർ ചെയ്യുന്നതിലൂടെയാണ്. ക്രോമസോമുകളുടെ പ്രധാന കർത്തവ്യം എന്താണ്? ജീവജാലങ്ങൾ വളരുകയും വികസിക്കുകയും ചെയ്യണമെങ്കിൽ കോശവിഭജനം അതായത് സെൽ ഡിവിഷൻ ആവശ്യമാണ്. കോശവിഭജനം നടക്കുമ്പോൾ ഒരു കോശത്തിൽ നിന്നും മറ്റൊരു കോശത്തിലേക്ക് ജനിതക പദാർത്ഥമായ DNA തുല്യമായി വീതിക്കപ്പെടണം. ഇതിന് സഹായിക്കുന്ന ഘടകമാണ് ക്രോമസോമുകൾ. മനുഷ്യരിൽ ക്രോമസോമുകളുടെ എണ്ണത്തിലോ ഘടനയിലോ വരുന്ന വ്യത്യാസം പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകാം. മനുഷ്യരിൽ ക്രോമസോമുകൾ ആദ്യമായി നിരീക്ഷിച്ചത് എപ്പോഴാണ്? 1879-ലാണ് ആദ്യമായി മനുഷ്യരിലെ ക്രോമസോമുകളെ ക്യാൻസർ കോശങ്ങളിൽ നിന്ന് അർണോൾഡ് എന്ന ശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ചത്. വർഷങ്ങൾക്ക് ശേഷം 1956-ലാണ് ജോഹിൻ ടിജോ ലെവാൻ എന്ന ശാസ്ത്രജ്ഞർ മനുഷ്യർക്ക് 46 ക്രോമസോമുകളാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയത്. ഇനിയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് വംശനാശം സംഭവിക്കുമെന്ന് പറയപ്പെടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്ക സസ്തനികളിലും ലിംഗനിർണയം നടത്തുന്നത് Y ക്രോമസോമാണ്.
പക്ഷേ മോൾ വോൾ, സ്പൈനി റാറ്റ് എന്നീ എലികൾക്ക് ഇതിനകം തന്നെ തങ്ങളുടെ Y ക്രോമസോമുകൾ നഷ്ടപ്പെടുകയും പുതിയ ലിംഗനിർണയ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് അവ അതിജീവിക്കുകയും ചെയ്തു. 2022 ഒരു പഠനമനുസരിച്ച് സ്പൈനി റാറ്റ് Y ക്രോമസോം അല്ലാതെ ഒരു പുതിയ മെയിൽ ഡിറ്റർമൈനിങ് ജീൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നാണ്. പ്ലാറ്റിപ്പസ് എന്നു പേരുള്ള കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന സസ്തനിയിൽ പക്ഷികളിലെ പോലെ സെക്സ് ക്രോമസോമുകളുണ്ട്. XY എന്ന ലിംഗനിർണയ ക്രോമസോമുകൾ സാധാരണയായി പരിണമിച്ചുണ്ടായതാണെന്ന് മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും. 166 വർഷങ്ങളിൽ സസ്തനികളിലെ Y ക്രോമസോമുകളിൽ നിന്ന് 845 ജീനുകൾ നഷ്ടപ്പെട്ടു. നിലവിലെ പഠനങ്ങൾ അനുസരിച്ച് 11 മില്യൺ വർഷത്തിനുള്ളിൽ അതിന്റെ ശേഷിക്കുന്ന ജീനുകളും നഷ്ടപ്പെട്ടേക്കാം. മനുഷ്യന്റെ Y ക്രോമസോം എത്രത്തോളം നിലനിൽക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അനന്തത മുതൽ ആയിരക്കണക്കിന് വർഷങ്ങൾ വരെ ഉണ്ടായേക്കാം എന്നും പറയപ്പെടുന്നു. കിഴക്കൻ യൂറോപ്പിലെ മോൾ വോളുകൾക്കും ജപ്പാനിലെ സ്പൈനി എലികൾക്കും അവരുടെ Y ക്രോമസോമുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും അതിജീവിക്കുന്നു. സ്പൈനി എലികളിൽ മിക്ക Y ക്രോമസോം ജീനുകളും മറ്റ് ക്രോമസോമുകളിലേക്ക് മാറ്റപ്പെട്ടു. എന്നാൽ SRY ജീൻ നഷ്ടപ്പെട്ടു. ക്രോമസോം 3യിലെ SOX9 ജീനിന് സമീപമുള്ള ഒരു ചെറിയ ഡ്യൂപ്ലിക്കേറ്റ് സ്പൈനി എലികളിലെ SRYയുടെ പ്രവർത്തനത്തെ മാറ്റി സ്ഥാപിക്കുന്നുവെന്ന് റിസർച്ചറായിട്ടുള്ള അസറ്റോ കുറോയ്വയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം കണ്ടെത്തി. എലികളിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നതിലൂടെ SOX9 പ്രവർത്തനം വർദ്ധിപ്പിച്ചു. ഇത് SRY ജീൻ ഇല്ലാതെ തന്നെ പുരുഷൻ ഉണ്ടാകാൻ സഹായിക്കുന്നു. മനുഷ്യരിൽ Y ക്രോമസോമുകൾ അപ്രത്യക്ഷമാകുന്നത് മനുഷ്യന്റെ വംശനാശത്തെക്കുറിച്ചുള്ള ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ എലികളിൽ കാണുന്നത് പോലെ മനുഷ്യരിൽ ഒരു പുതിയ സെക്സ് ഡിറ്റർമൈനിങ് ജീൻ സ്വയം ഉണ്ടായേക്കാം. അതായത് Y ക്രോമസോമുകൾക്ക് പകരം മറ്റൊരു ക്രോമസോം. ഒരു പുതിയ ലൈംഗിക ജീനിന്റെ പരിണാമം എന്നത് കുറച്ച് അപകടകരമാണ്. വിവിധ പ്രദേശങ്ങളിൽ ഒന്നിലധികം സിസ്റ്റങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യത ഉൾപ്പെടെ പുതിയ മനുഷ്യവർഗം ഉണ്ടാകുന്നതിനും ഇത് കാരണമായേക്കാം. ഭാവിയിൽ മനുഷ്യർ തന്നെ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ വ്യത്യസ്ത ലിംഗനിർണയത്തിന് സാധ്യതയുള്ള പുതിയ ന്യൂ സ്പീഷീസ് ആയിരിക്കാം ഉണ്ടായിരിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.